സന്യാസി എന്നുള്ള ഈ വിളി അങ്ങ് നിർത്ത്. ഞാൻ എത്ര മികച്ചതാണെന്നതിനെ കുറിച്ച് നിനക്കൊരു ഐഡിയ ഇല്ല അല്ലേ? ഞാൻ ജയിച്ചു. എന്റെ ജീവൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ എന്താടി വൃത്തിയോട്ടോളെ? അങ്ങനെ ഒരു മിഷൻ കൂടി കംപ്ലീറ്റ് ആയി. ഇതുപോലൊരു ചാക്ക് കെട്ടാണ് അവന്റെ യജമാനത്തിയെങ്കിൽ അവൻ ഓടിയതിൽ ഒരു അത്ഭുതവും ഇല്ല. കൊള്ളാം, പക്ഷെ നിനക്ക് പേടി കുറച്ച് കൂടുതലല്ലേ? ഇതേ നിന്റെ മുഖത്തുള്ള ജാടകളെന്നാ നല്ല കേട്ടോ. അല്ല, ഇങ്ങനെ നടന്ന ഒരാഴ്ച ആവുന്നാ ഞാൻ പറഞ്ഞത്. നിന്നെ ഇവിടെ കണ്ടതിൽ എനിക്കൊരു ഞെട്ടലുണ്ടായിരുന്നു. അതിപ്പോ ഹൊക്കാഗിയുടെ ബ്ലാക്ക് ഓപ്സിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. മറ്റൊരു മാസം ഞാൻ ശക്തനാണെന്ന് നീ കരുതുന്നുണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും എന്തും കൊളവാക്കാറേ ഉള്ളൂ. ശക്തനാണെന്ന് ഞാൻ കാണിക്കും, കാരണം എനിക്ക് പേടിയാ. എന്നാൽ അതിന്റെയൊക്കെ പുറകിൽ ഞാനൊരു വലിയ പൂജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ശരിയല്ല. നീ എല്ലാ കാര്യങ്ങളും കൊളമാക്കിയപ്പോഴും അത് ഞാൻ എങ്ങനെ പറയാ? നീ ഒരു അഭിമാനിയായ പരാജയമാണ്. അമിത ആത്മവിശ്വാസം വേണ്ട. കാത്തിരുന്നു. ഞങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അത്ര കഠിനമായി ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തെന്നാ കരുതിയേ? ഒത്തിരുന്ന് പൂവറിക്കായിരുന്നു വിചാരിച്ചോ? അയ്യോ, ഞാൻ പട്ടിക്കാട്ടത്തെ ചവിട്ടി. നാലാമത്തെ ഹൊക്കാഗെ നിനക്ക് ആകെയുള്ള സാമ്യം നിന്റെ തലയും അതിലുള്ള വെളുത്ത മുടിയുമാണ്. മനസ്സിലായോ? എന്താ പറഞ്ഞേ? എടോ, വയസ്സും ഭ്രാന്ത. ഇവ നിന്റെ കൂടെ ഉള്ളതാണ്. കളിയാക്കരുത്. ഞാൻ ഇവന്റെ കൂടെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ആരുടെ കൂടെ ഇല്ല. നമുക്കിവിടെ ഒത്തുകൂടാതെ ഓണതടിയാ, വേറെ പണിയില്ല. നല്ല തമാശ. നീ ഭയങ്കര വീക്കാണല്ലോ. കാര്യമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. ധൃതിയും അശ്രദ്ധയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ശരിയാണ്, ഞാനത് സമ്മതിച്ചു. ക്യാപ്റ്റൻ മറ്റോ പറഞ്ഞത് ശരിയാണ്. നിനക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇവിടെ മെഡിക്കൽ എഞ്ചിനായിട്ട് നീ മാത്രമേ ഉള്ളൂ. നിന്റെ ശക്തിയെ പറ്റിയല്ല ഈ പറയുന്നത്. എന്നാലും നീ ഒരു മോൺസ്റ്ററാണ്.